ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ തയ്യാറാക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിതൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വരുന്ന ഒരു സവാള കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്നും കളറ് ചേഞ്ച് ആവണ്ട. ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് പോകുന്നത് വരെ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാബേജ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസ് വരുന്ന ഒരു കാബേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആ മഞ്ഞളും പിന്നെ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലാണ്, വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് ആയി തുറന്ന് നോക്കുമ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിൽ നോർമൽ തേങ്ങ ഇല്ലാത്ത കാരണം ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ തേങ്ങ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ യൂസ് ചെയ്താൽ മതി, അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. 2 പിടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ചോറ് ലഞ്ചിൻ്റെ കൂടെ കൊടുക്കാനും അതേപോലെ നമുക്ക് തന്നെ ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഞാനിതാ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.